ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാഹനത്തിൽ കയറിയതിനു ശേഷം നമ്മൾ ആ വാഹനം എടുക്കുന്നതിന് മുന്നേ അതിൽ 3 മിററും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ 2 സൈഡ് മിററും ഒരു സെൻട്രൽ മിററും, ആ 3 മിററും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കണക്കിന് നമുക്ക് 3 സൈഡും, അതായത് 2 സൈഡും ബാക്ക് സൈഡും ഒക്കെ വിസിബിൾ ആവാൻ കണക്കിന് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രം വാഹനം എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എല്ലാ വാഹനത്തിലും സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെറിയ ലിവറുകൾ കാണും. അപ്പോൾ അത് വെച്ച് സ്റ്റിയറിംഗ് പൊക്കാം, താഴ്ത്താം, ടിൽറ്റ് മൂവ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ചെയ്ത് വണ്ടി നമ്മുടെ ഡ്രൈവിംഗ് കംഫർട്ട് ഏതാണോ ആ രീതിയിൽ സ്റ്റിയറിംഗും അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവർ സീറ്റും അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം മാത്രം വാഹനം എടുക്കാൻ ശ്രമിക്കുക. പിന്നെ വാഹനം എടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ സൈഡിൽ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്, നമ്മൾ അതേ സെയിം സൈഡിലാണ് കിടക്കുന്നതെങ്കിൽ എപ്പോൾ വാഹനം എടുക്കുന്ന സമയത്തായാലും മാക്സിമം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് പുറകിൽ നിന്ന് വേറെ വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വാഹനം എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ തൊട്ട് പുറകെ വരുന്ന ആൾ ചിലപ്പോൾ ഇടിച്ച് മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. സോ അതൊന്ന് ശ്രദ്ധിച്ചോളുക. പിന്നെ അടുത്തിനി പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും നല്ല എക്സ്പേർട്ട് ഡ്രൈവേഴ്സൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു വാഹനം മാറി എടുക്കുന്ന സമയത്ത്, മറ്റൊരാളുടെ വാഹനം എടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റത്തേക്ക് ആ വാഹനം പതുക്കെ തന്നെ ഓടിക്കുക. കാര്യം അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ആ വാഹനത്തിൻ്റെ ഒരു പവർ കൺട്രോളോ അല്ലെങ്കിൽ ഒരു എന്താണ് അതിൻ്റെ ഒരു ആക്സിലറേഷൻ പവറെന്നോ ഒന്നും നമുക്ക് അറിയാൻ പറ്റിയെന്ന് വരത്തില്ല. സോ അതുകൊണ്ട് മാക്സിമം അത് കൺട്രോൾ ചെയ്ത് തന്നെ അത്യാവശ്യം ഒരു 10 മിനിറ്റോളം ആ വാഹനം നമ്മളെ കയ്യിലാവുന്നവരെ മാക്സിമം പതുക്കെ തന്നെ ആ വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. അതാണ് അടുത്തൊരു കാര്യം. പിന്നെ ഇനി പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ റേഞ്ചൊക്കെ ഓടുന്ന സമയത്ത്, ഹൈ റേഞ്ച് പോകുന്ന സമയത്ത് ഏത് ഗിയറിലാണോ നമ്മൾ അങ്ങോട്ട് കയറി പോകുന്നത് അതേ ഗിയറിൽ തന്നെ തിരിച്ചിറങ്ങി വരാനും ശ്രമിക്കുക. ഇല്ല എങ്കിൽ ബ്രേക്കൊക്കെ ഫെയിലിയർ ആവാൻ ഒക്കെ വളരെ ചാൻസ് ഉണ്ട്. അത് വലിയ വണ്ടിക്കല്ലേ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ചോദിച്ചാൽ ചെറിയ വണ്ടിക്കും ഉണ്ടാവും. നമ്മൾ ഒരുപാടൊക്കെ ചവിട്ടിയൊക്കെ ഇറങ്ങിയ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൺട്രോളും കിട്ടത്തില്ല. അതുപോലെ തന്നെ വണ്ടി ആക്സിഡൻ്റ് ആവുകയും ചെയ്യും. പിന്നെ വാഹനം എവിടെയെങ്കിലും പോയി നമ്മൾ നൈറ്റൊക്കെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തുന്ന സമയത്ത്, അത് എനിക്ക് പേഴ്സണലായിട്ടുണ്ടായ ഒരു അനുഭവമായിരുന്നു. കാര്യം ഞാനൊരിടത്ത് വണ്ടി നൈറ്റ് ട്രിപ്പ് പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് നോക്കിയപ്പോൾ ഒരു വാഹനം ഇടത് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നു, എൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിൽ നിർത്തിയിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ അവിടെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി നിർത്തിയിട്ടിട്ടും പുള്ളി ബ്രൈറ്റ് അടിച്ചാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല, ഹെഡ്ലൈറ്റ് ആ ബ്രൈറ്റിൽ തന്നെ നിൽക്കുക. അപ്പോൾ അത് ഓപ്പോസിറ്റ് വരുന്ന ഒരാൾക്ക് അത്രയും വിസിബിലിറ്റിക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം, അത്രയും ഇഷ്യൂസ് ഉണ്ടാകുന്ന കാര്യം. നിങ്ങൾ എവിടെയെങ്കിലും നൈറ്റ് വണ്ടി നിർത്തുന്ന സമയത്ത് ജസ്റ്റ് ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പാർക്ക് ലൈറ്റ് മാത്രം ഇടുക. അതുപോലെ തന്നെ ഫോർ ഇൻഡിക്കേറ്റർ ഹസാർഡ് ലൈറ്റും കൂടി ഇടുക. അതിൻ്റെ ആവശ്യമുള്ള ഹെഡ്ലൈറ്റൊക്കെ ഇട്ട് നാട്ടുകാരെ അറിയിച്ച് അവരെ കൊണ്ട് നിങ്ങളെ കുടുംബക്കാരെ എല്ലാം സ്മരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി വേറൊരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല സ്പീഡിലൊക്കെ പോകാൻ അറിയാം. പക്ഷേ ആകിലും ഒരു കാരണവശാലും മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ, ഇപ്പോൾ ഒരു ലെവൽ റോഡാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നല്ല സ്പീഡിൽ പോകാം. അവിടെ ജംഗ്ഷനൊന്നുമില്ല, ചിലപ്പോൾ നൈറ്റ് ആയിരിക്കും, വേറെ ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ ഓക്കെ, വലിയ പ്രശ്നമൊന്നുമില്ല, കംഫർട്ടബിളും ഓക്കെ. അല്ലാതെ ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ മറ്റൊരാളെ ഇടിച്ചില്ലെന്ന രീതിയിൽ അവരെയും പേടിപ്പിച്ച് നാട്ടുകാരെയും പേടിപ്പിച്ച് പോയിട്ടൊന്നും വലിയ പ്രയോജനമില്ല. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ പാസ് ലൈറ്റും ഡിം ലൈറ്റൊക്കെ ഉപയോഗിക്കുന്നത്, സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ മാക്സിമം ഡിം ലൈറ്റിൽ തന്നെ പോകുന്നതിന് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ പാസ് ലൈറ്റ് ഇട്ട് പോകും എന്ന് പറഞ്ഞ് മൊത്തം അങ്ങ് ഇട്ട് പോകാനല്ല പറയുന്നത്. ജസ്റ്റ് റോഡൊന്ന് ക്ലിയർ അത് എത്ര ദൂരം ഉണ്ട്, അല്ലെങ്കിൽ അത് സ്ട്രെയിറ്റ് ആണോ അത് കർവാണോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ആ പാസ് ലൈറ്റ് ഒരു 1-2 സെക്കൻഡ് ഒന്ന് പിടിക്കുക, എന്നിട്ട് അങ്ങ് വിട്ട് കളയുക. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ ലൈനിലേ പോകുന്ന ഓപ്പോസിറ്റ് അടുത്ത ട്രാക്കിൽ വരുന്നവന് അത് കാണാൻ പറ്റില്ല, നേരെ തിരിച്ചാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബ്രൈറ്റ് ഹെഡ്ലൈറ്റിൽ വരുന്ന ബ്രൈറ്റിൻ്റെ കപ്പാസിറ്റി നമ്മൾ ഊഹിക്കുന്നതിനെയും കാട്ടി അപ്പുറമായിരിക്കും. സോ ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് തീർച്ചയായും അത് ബുദ്ധിമുട്ടുണ്ടാവും. സോ അതും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. തിരിച്ച് നമ്മൾ ഏത് സൈഡിലോട്ട് വാഹനം തിരിക്കുമ്പോഴും ഏത് സൈഡിലോട്ട് വാഹനം എടുക്കാൻ ശ്രമിക്കുമ്പോഴും അതാത് ഇൻഡിക്കേറ്റർ ഇടുക. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ആ മീറ്റർ നമ്മൾ ചിലപ്പോൾ മറന്നു പോയതായിരിക്കും. ചിലപ്പോൾ ബൈക്കിലൊക്കെയാണ് നമ്മളിത് കൂടുതലും മറന്നു പോകുന്നത്, നമ്മൾ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാൻ മറന്നു പോകും. ജസ്റ്റ് ഇട്ടു എന്ന് ഉറപ്പുള്ള സാധനമാണെങ്കിൽ അങ്ങ് ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ മീറ്റർ കൺസോളിലൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക, നമ്മൾ അല്ലെങ്കിൽ സ്വിച്ചുകൾ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക, നമ്മൾ ഇൻഡിക്കേറ്റർ ഓഫ് ആണോ എല്ലാം ഓക്കെ ആണോ എന്ന് ശ്രദ്ധിച്ച് നോക്കുക. പിന്നെ
വാഹനത്തിൽ ഏത് വാഹനമായാലും അതിൻ്റെ കൂളൻറ്റും അതുപോലെ തന്നെ എൻജിൻ ഓയിൽ, പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡ്, പിന്നെ ബാക്കിയായിട്ടുള്ള പീരിയോഡിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതാത് സമയം ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു പിഴവ് വന്നാൽ നിങ്ങളുടെ പൈസയും വേസ്റ്റ് ആവും, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ലൈഫും കുറച്ചും കൂടെ കുറഞ്ഞു കിട്ടും. എയർ പ്രഷറൊക്കെ നന്നായിട്ട് കിട്ടിയില്ലെങ്കിൽ മൈലേജ് പോലും കിട്ടത്തില്ല. സോ ആ ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ചോളുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് വാഹനം റിവ്യൂ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള കമൻറ്റ്സ് വേണമെങ്കിലും, ഇനി എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ തെറ്റുകളുണ്ടാവും, അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ഒന്ന് പറഞ്ഞു തരേണ്ടതാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.